കാവാനല്ലേ ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു? നാഗറേ? അതെ, നാഗർ തന്നെ. ഇതുവരെ നാഗർ തന്നെ. പക്ഷെ നിന്റെ അനിയന് ഞാൻ നായരായതിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നോക്കിയ എൻ്റെ റേഷൻ കാർഡിൽ ഓൻ്റെ പേര് ചേർക്കണം എന്നാണ് ഓൻ്റെ മോഹം. ഇതിപ്പോൾ ആരും കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് നേരെ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ വന്നത്. ആവശ്യം നമ്മുടേതായി പോയില്ലേ. പോകുന്ന എജ്ജാതി വീട്ടിലേക്കാന്ന് നോക്കാൻ പറ്റൂലല്ല. അതുകൊണ്ട് സുരേശൻ എൻ്റെ വീട്ടിൽ റേഷൻ ഇല്ല. മനസ്സിലായല്ലോ? പിള്ളേരെന്തെങ്കിലും മുരളി, നിങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. കാമപാലെ ഓർത്തിട്ട് മാത്രമാണ് എനിക്ക് നാടകം പോലെ ഞാൻ ഒഴിവാക്കിയാണ്. അല്ല, അതങ്ങനെ മതി. നമ്മൾ പറഞ്ഞ പോലെ മതി. ഈ കാര്യം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം. ജസ്റ്റ് ഓക്കെ ആയിട്ടേ ഉള്ളൂ. മീനം 18 ആയിലത്തിന് കല്യാണം. അതൊരു അലമ്പൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ഒരു മാപ്പ് പറയാൻ വന്നതാണ്. ഒന്നല്ല ഒരു ഡസൻ മാപ്പ് അങ്ങോട്ട് പറയാം. നീ പുറത്തുനിന്ന് സംസാരിക്കും. നീ അകത്ത് പോയി പഠിക്ക്. ഡോണ്ട് ടീച്ച് മീ, ഐ ആം എ ടീച്ചർ. ഞാൻ റേഷൻ കാർഡ് ശരിയാക്കിയിട്ടുണ്ട്, തരാൻ വന്നതാണ്. ഇനി ഇതും പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അലമ്പൊന്നും ഉണ്ടാക്കരുത്. ഞങ്ങൾ അങ്ങനെയെങ്കിലും ജീവിച്ചോളാം. സമ്മതിച്ച്. ഇല്ലെങ്കിൽ തന്നെ എൻ്റേതല്ലാത്തൊരു ശനി ബാധിച്ച് നിൽക്കുക ഞാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രേമം കാമം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങരുത്. നാണക്കേടാണ്. ഒരു നായർ ചെക്കൻ അല്ലാതെ ഞാൻ ഓളെ കഴിപ്പിച്ച് കൊടുക്കൂല. അപ്പൊ അതാണ് പ്രശ്നം ഭഗവതി. ഞാൻ ആഹാരമില്ലാത്തതാണ് പ്രശ്നം. അതാണ് ഒരു റേഷൻ കാർഡിൽ സൂണി എഴുതി പോട്ടത് ഇതൊക്കെ ഉള്ള ഡ്രാമാണ്. നാഹരേട്ടാ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. വരുമ്പോ എന്നോട് ആരാന്നൊന്ന് ചോദിക്കണം. ആരാ? ഞാൻ സുരേഷ് നായർ. ഇത് ഭഗവതി നായർ. എൻ്റെ ഏട്ടന്മാർ സുധാകരൻ നായർ, ഗംഗാധര നായർ, മനോഹരൻ നായർ, പുഷ്കർ നായർ. എനിക്ക് കല്യാണം കഴിപ്പിച്ചെന്നല്ലേ. അടുത്ത മീനം 18 ആയില്യത്തിന് സുമനതയുടെയും പ്രേഷനും കല്യാണം. മീനം 18 ആയില്യത്തിന് പുഷ്കരന്റെ കല്യാണം. അന്ന് എനിക്ക് വരാൻ പറ്റൂല. ഇറങ്ങി പോടാ. ആരോട് വെച്ചിട്ട് തീരുമാനിച്ചിനി? ജോലിസിനോട് ചോദിച്ചിട്ട് ഡേറ്റ് മാറ്റണം. പിണ്ടാണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ചോരപ്പോഴും ആ പുഴയിൽ ഞാൻ നീന്തും. നീ എന്നെ നാണം കെടുത്താൽ കൂട്ടുനിന്നാല് ഞാൻ എല്ലാരും കൊല്ലും. ഒരു പണത്തിന്റെ മുമ്പ് കാണിക്കുവന്ന് നിന്നെ പറ്റിക്കും. അങ്ങനത്തെ ജാതികളാണ്. അച്ഛൻ ഇമേജിന്റെ പ്രശ്നമാണ് മോളെ. ഓരോ നീ തമ്മിൽ യാതൊരു സംബന്ധവും പാടില്ല. ഇല്ല, ഉറപ്പ് പറയാൻ ഞാൻ കത്തി ഊരില്ല. ഇല്ലെങ്കിൽ എന്റെ ചോരപ്പുഴയിൽ നീ നീന്തേണ്ട വരും. കൊട്ടാര വളപ്പിൽ സുധാകരനാണ് പറയുന്നത്. അല്ലെങ്കിൽ എനക്കറിയാം എന്റെ മോളെന്നെ ചാവാൻ വിടില്ല. എല്ലാം കാമപാലന്റെ കളികളാ. ഞാൻ എന്റെ വീട്ടിലേക്കാണ് സംസാ. ഹംബി ചലോ. ഹംബിക്കൊന്നും ഈ ഓട്ടം പോവില്ല. माताजी घुस जाओ. माताजी आप कुछ बोलने का नहीं. കണ്ണു വയ്യാത്തല്ലേ, ഞാൻ സംസാരിച്ചോ. ഇവൾ അർജന്റ് എങ്ങ പോരാ? मुझे अर्जेंट पुणे जाना है. സംസാ, നാളെയാണ് നാടക മത്സരം. ഇന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് നാളേക്ക് വരാൻ പറ്റുമോ? മാലൂം നെയ്. എതുക്ക് പൂനെ? ഒന്നും പറയണ്ട ഭഗവതി. ആകെ ഉണ്ടായിരുന്ന ചെറിയൊരു ടയർ കടയാണ്. പൂണെയിലെ റോഡ് വികസനത്തിന്റെ ഭാഗമായി അവരത് പൊളിക്കുന്നു.
അമ്മയുടെ നിന്ന് മോട്ടിച്ച കുറച്ച് കാശ് GST വെട്ടിക്കാനായിട്ട് ബാങ്കിൽ ഇടാണ്ട് കടയുടെ നടുക്ക് കുഴിച്ചിട്ടിട്ടുണ്ട്. അത് മാന്തണം. അത് കുഴപ്പമില്ല, അമ്മ കേൾക്കൂല. കണ്ണോപ്പറേഷൻ കഴിഞ്ഞിരിക്കുമല്ലേ. പൂനെക്കൊന്നും പോകാൻ പറ്റില്ല, നാടകം മുടങ്ങൂലേ. മുझे जाना पड़ेगा. मुझे जाने दो दुश्मन. ഇപ്പോൾ അയാൾ പുഷ്പാങ്കതനാണ് അടിക്കരുത്. സുരേഷ, ഒരു ദിവസം നീ പുഷ്പാങ്കതനാവും. നീ കേട്ടിട്ടില്ലേ? വോയിസ് ഡയറക്റ്റ് ലെജൻഡ്സ് ആക്ട് എന്ന്. പക്ഷേ പറഞ്ഞു കൊടുക്കും. സാംസ അമ്മ. GST ടെൻഷനിൽ അമ്മയുടെ കാര്യം മറന്നുപോയി. ഡോക്ടർ അമ്മയെ നന്നായി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയെ നിന്നെ ഏൽപ്പിക്കാൻ വന്നതാണ്. വളരെ നല്ല അമ്മയാണ്. ബഹുത് യൂസ്ഫുൾ ഹോഗാ ആപ്കോ. വേദിയൊന്നിൽ പയ്യന്നൂർ ബാലസമാജം ആർട്സ് ക്ലബിന്റെ നാടകം സദാനം. ജഡ്ജസ് പ്ലീസ് നോട്ട്. ഞാൻ മായാപുരി രാജ്യത്തുള്ള തിലോത്തമ എന്ന നടിയാണ്. അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. താങ്കളുടെ ഭർത്താവ് പുഷ്പാങ്കതൻ സവിശേഷമായ ഒരു കൈലേസ് വിൽക്കുവാനായി മായാപുരത്തിൽ വരികയും അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേട്ടാ, നിങ്ങൾ നാടകക്കാരനാ? വാങ്ങി പിന്നെ എനിക്ക് പ്രാന്തണ്ടേ കുപ്പായിട്ട് നിൽക്കാൻ? നിങ്ങൾക്ക് പ്രാന്തണ്ടെന്നില്ലെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. ദയ തോന്നാൻ കാരണം നമ്മുടെ ഭാഗ്യം തന്നെ. പ്രിയതമൻ വല്ലതും പറഞ്ഞു വിട്ടോ? ഈടെ ക്രിസ്മസ് എപ്പാന്ന്? ഈ നാട്ടിൽ ക്രിസ്മസ് അപ്പൂപ്പം വരുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അതെപ്പാന്ന് ചോദിച്ചു. ഞാൻ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ കുപ്പായം വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ കിട്ടിയിട്ട. ഞാൻ വിളിച്ചു നിങ്ങളൊരു ക്രിസ്ത്യാനി ആയിരിക്കും, അങ്ങനെ ചോദിച്ചു. ആർക്ക് വാടക കൊടുത്ത്? സുരേഷൻ കാവുണ്ടായ, സൺ ഓഫ് ലേറ്റ് ശ്രീ ശേഖരൻ കാവുണ്ടായ. തെളിവിനായി വല്ലതും കൊടുത്തയച്ചോ? തെളിവിനായി ഇതാ വിശേഷപ്പെട്ട കൈലേസ് കൊടുത്തുവിട്ടിട്ടുണ്ട്. കൊടുത്ത പിന്നെ അപ്പൂപ്പനുമില്ല, കുപ്പായുമില്ല, പൈസയുമില്ല. നാം തുന്നിയ തൂവാല തന്നെയാണല്ലോ. രാജാതിരാജൻ മായാപുരി വരിക്കും കാമപാല മഹാരാജാവ് എഴുന്നള്ളുന്നേ. மச்சான் டென்ஷனா இருக்கியா? எதுக்குடா இவ்வளோ டென்ஷனு? பாய்ஸ் டைரக்ட் ലെജൻഡ്സ് ആക്ട്. ഭദ്രേ സ്വാഗതം. മനോഹരമായി ഈ നവയൗവന കാലത്ത് ഭവതിക്ക് കാട്ടിൽ കറങ്ങേണ്ടി വന്നതിൽ എനിക്ക് അനുകമ്പയുണ്ട്. ഞാൻ വളരെയധികം സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഗംഭീര മനോഹരമായ അയ്യോ മഹാരാജൻ, അവിടുത്തെ മുഖത്തിൽ നിന്നും പുറപ്പെടാൻ പോകുന്ന വാക്കുകളെ അവിടെ നിന്ന് ഉപസംഹരിക്കണം. എനിക്കവ കേൾക്കാൻ പാടില്ല. ഈ മായാപുരി രാജ്യത്തെ ചക്രവർത്തിയായ ഞാൻ എന്റെ രാജകീയമായ കിരീടം നിന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പണം ചെയ്യുന്നു. ഭവതി എന്റെ പട്ടമഹർഷിയാവുന്നു. അടിച്ചത് നീയാണ് സുരേഷ, അടിപ്പിച്ചതാരാണെന്ന് പറ. ആ സാധു പോയിക്കൊള്ളട്ടെ. ആ സാധുവിന്റെയും അവിടുത്തെയും വ്യത്യാസം അറിയാത്ത പക്ഷം ഞാൻ എന്ത് മൂഢയാണ്. ഒരിക്കലും ഞാൻ അവിടുത്തെ വെറുതെ ഉപേക്ഷിക്കുകയില്ല. ആരാടാ നിന്നെ പറഞ്ഞയച്ചത്? അവിടുത്തെ അനുരാഗ ശക്തിയിൽ എനിക്കിപ്പോഴും വിശ്വാസമായുള്ളൂ. നമ്മുടെ സമാഗമം എന്തിനാണ് സാധുവിന്റെ വധത്തോടു കൂടി സമാരംഭിക്കുന്നത്?
നാടകം കഴിയുന്നോട് നിന്റെ കഥ ഞാൻ കഴിക്കും. നിന്നെ പറഞ്ഞ ചാനി വണ്ടിത്തോട്ടത്തിലിട്ട് ചക്കുഴിച്ച് മൂതം. അടിപ്പിച്ചവനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കാണുമ്പോ അടിക്കും. നിർത്തിയാലും എനിക്ക് കാമപാലനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഇത്ര അനുരാഗദാർഢ്യവും പരമയോഗ്യതയും അവിടത്തെക്കാൾ മറ്റാർക്കും ഉണ്ടാവുന്നതല്ല. പുഷ്പാങ്കത്തിന് നമുക്ക് കടലിൽ അയച്ചാ പോരെ? ഭഗവതിയുടെ വാക്കുകളിൽ ഞാൻ കൃതജ്ഞനായിരിക്കുന്നു. പോയിക്കൊള്ളുക, എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളുക. ഇനി മേലാൽ നിന്നെ ഈ രാജ്യത്ത് കണ്ടുപോകരുത്.